ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആതിര സജീഷ്. അപ്പോൾ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ബോട്ടിൽ ആർട്ട് കൊണ്ടാണ് ഞാൻ സാധാരണ വരാറുള്ളത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് നമ്മൾ ബോട്ടിൽ ആർട്ടിന് വേണ്ടി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, അതുപോലെ തന്നെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ്, ബ്രഷ്, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമായിട്ടുള്ള ഗമ്മുകൾ, പിന്നെ നമ്മുടെ മോൾഡിറ്റ്, സ്പോഞ്ച് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിന്ന് ആദ്യമായിട്ട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിൽസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സാധാരണ ബിയർ ബോട്ടിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബോട്ടിൽ എന്ന് പറയുന്നത് ഞാൻ കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ റിലേറ്റീവ്സിനോടും പരിചയക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ബോട്ടിൽസ് കിട്ടിയാൽ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കളക്ട് ചെയ്യുന്ന ബോട്ടിൽസാണ് ഞാൻ സാധാരണയായിട്ട് നമ്മുടെ ബോട്ടിൽ ആർട്ടിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല സാധാരണ ബോട്ടിലിനെ പോലെയല്ല, നമ്മൾ നല്ല അത്യാവശ്യം നല്ല ഷേപ്പിലുള്ള ബോട്ടിലുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ചളിയോ അഴുക്കൊക്കെ പിടിച്ച് കിടക്കുന്ന ബോട്ടിൽസ് ആയിരിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് നമ്മുടെ മണലും സോപ്പ് വെള്ളവും ഒക്കെ ഉപയോഗിച്ചാണ് ഞാനിത് കഴുകിയെടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്ത ബോട്ടിൽസാണ് നമ്മൾ നമ്മുടെ ബോട്ടിൽ ആർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിൽ ആർട്ടിന് ഇനി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സിനെ കുറിച്ചാണ്. അപ്പം സാധാരണയായിട്ട് രണ്ട് തരത്തിലുള്ള കളേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് നമ്മുടെ ആക്രിലിക് കളറും അതുപോലെ തന്നെ ഇനാമൽ പെയിൻറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനാമൽ പെയിൻറ്റ് എന്ന് പറയുന്നത് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബേസ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബോട്ടിൽ ബേസ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ഇനാമൽ പെയിൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബോട്ടിൽ ആർട്ട് മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇനാമൽ പെയിൻറ്റ് വെച്ചിട്ടാണ്. അതിന് പുറത്ത് ചെയ്തിട്ടുള്ള ഈ ഒരു ലീഫിൻ്റെ കളർ മാത്രമേ ഞാൻ ആക്രിലിക് കളർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇനാമൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാധാരണയായിട്ട് ഇളകിപ്പോരുക എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പം കളർ എങ്ങനെ ഇളകിപ്പോരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇനാമൽ പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാരണവശാലും ഇളകിപ്പോരുന്നതല്ല. അപ്പോൾ നമുക്ക് ഇനാമൽ പെയിൻറ്റ് ബേസ് കോട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷൈനിങ് ഒക്കെ ഉള്ള ഒരു കളറാണ്. ഇനാമൽ കളർ നമ്മൾ ചെയ്യുമ്പോൾ ഈ ബോട്ടിലിന് ഒരു ഷൈനിങ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന കളർ നമ്മൾ പറഞ്ഞു ആക്രിലിക് കളറാണെന്ന്. ആക്രിലിക് കളറിന് നമ്മൾ രണ്ട് ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഞാൻ ഈ ക്യാമലിൻ്റെ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫെവിക്രിലിൻ്റെ കളറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കമ്പനിയുടെ കളേഴ്സാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പെയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഈ ഒരു നമ്മുടെ ക്യാമലിൻ്റെ പെയിൻറ്റ് എന്ന് പറയുന്നത് അതിന് റേറ്റ് വരുന്നത് രണ്ട് ബോട്ടിലിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പം 20 രൂപയാണ് റേറ്റ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു ബോക്സ് ഒരു 12 കളേഴ്സുള്ള നമ്മുടെ ബോക്സ് മേടിക്കുന്ന സമയത്ത് നമുക്ക് ഞാനിപ്പോൾ ഈ വാങ്ങിച്ചിട്ടുള്ള ക്യാമലിൻ്റെ ബോക്സിന് റേറ്റ് എന്ന് പറയുന്നത് 185 രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ 12 കളേഴ്സുള്ള ഈ ഒരു ബോക്സ് വാങ്ങിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ലാഭം എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ ഈ കളേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളേഴ്സാണ്. അപ്പോൾ ഞാൻ സാധാരണ ഈ കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ന് പറയാനുള്ള കാര്യം നമ്മുടെ ബ്രഷിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വളരെ തിന്നായിട്ട് വരയ്ക്കുന്ന ബ്രഷ് എന്ന് പറയുന്നത് നമ്മുടെ 00 സൈസും അതുപോലെ 0 സൈസ്, 1 സൈസ്, അപ്പോൾ ഈ സൈസിലുള്ള ബ്രഷുകളാണ് നമ്മൾ തിന്നായിട്ട് വരയ്ക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ലാർജ് ആയിട്ടുള്ള ഏരിയാസൊക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ 5, 6 സൈസിലുള്ള ബ്രഷൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ സാധാരണ എൻ്റെ കയ്യിലുള്ളത് 1, 2, 3, 4, 5, 6 ഈ സൈസിലുള്ള ബ്രഷുകളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ് മാർക്കറാണിത്. അപ്പോൾ ഈ രണ്ട് വൈറ്റും ബ്ലാക്കും ഗ്ലാസ് മാർക്കറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മളിത് നേരിട്ട് ബോട്ടിലേക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് മാർക്കർ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസ് കോട്ട് വൈറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ നമുക്ക് കൈ വെച്ച് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു മെത്തേഡിൽ നമ്മൾ പിക്ചർ വരയ്ക്കാറുണ്ട്. അപ്പോൾ ആ മെത്തേഡ് അല്ലാതെ നമ്മൾ കൈ വെച്ച് വരയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പം ഈ ഒരു ഗ്ലാസ് മാർക്കർ യൂസ് ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും നല്ലത്.
അതുപോലെ തന്നെ നമ്മൾ ബേസ് കോട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് വെച്ച് ബേസ് കോട്ട് കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അതിൽ വരയും ഒരു നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരകളൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ സ്പോഞ്ച്. അപ്പോൾ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ഈ ഒരു നമ്മുടെ കളർ ബേസ് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വളരെ നല്ലതായിരിക്കും. ബേസ് കോട്ട് എന്ന് മാത്രമല്ല, നമ്മൾ ബേസ് കോട്ടിന് മുകളിൽ നമ്മൾ വേറെ ഏതെങ്കിലും കളർ നമ്മൾ വലിയൊരു ഭാഗത്ത് ചെയ്തെടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ സ്പോഞ്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതുപോലെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോർഡിൽ ഇപ്പോൾ കാണിക്കാം. അതുപോലെ നമ്മുടെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗവും അതുപോലെ ഈ കളേഴ്സൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കളർ വേറൊരു കളറിലേക്ക് ലയിക്കുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ടും ഈ സ്പോഞ്ച് വെച്ച് ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള വേറൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഗമ്മാണ്. അപ്പോൾ ഈ ഗമ്മ് എന്ന് പറയുന്നത് ഞാൻ ഈ 4 ടൈപ്പിലുള്ള ഗമ്മാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ സാധാരണ നമ്മുടെ ഫെവിക്കോൾ, അപ്പോൾ ഈ ഒരു കൂടിന് ഇത് പഴകിയതാണ്, ഞാൻ യൂസ് ചെയ്ത് തീരാറായതാണ്. അപ്പോൾ ഈ ഒരു ഗമ്മിനെന്ന് പറയുന്നത് 20 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ പല സൈസിലുള്ള വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഗമ്മൊക്കെ ഉണ്ട്. ഫെവിക്കോള് ഞാൻ അധികം യൂസ് ചെയ്യാറുള്ള നമ്മൾ ടിഷ്യൂ ഒക്കെ ബോട്ടിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാട്ടർ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഈ ഒരു ഗം യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ഗം എന്ന് പറയുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ എന്ത് ഒട്ടിക്കണം എന്നുണ്ടെങ്കിലും ഞാൻ അധികവും യൂസ് ചെയ്യാറുള്ളത് ഫാബ്രിക് ഗ്ലൂ ആണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ വില എന്ന് പറയുന്നത് 15 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മുടെ സാധാരണ ഫാൻസി ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഗമ്മാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലെക്സ് ക്യുക്ക്, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു വെയിറ്റുള്ള സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലെക്സ് ക്യുക്ക് യൂസ് ചെയ്ത് ഒട്ടിക്കാം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം എന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂ ഗണ്ണ്, അപ്പോൾ ഞാൻ അധികമായിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാറില്ലാത്തത്. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നമുക്ക് വെയിറ്റുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കംഫർട്ട് എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ ആർട്ടിന് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് മോൾഡിറ്റ് എന്ന് പറയുന്ന നമുക്ക് ക്ലേക്ക് പകരമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് 2 പാക്കറ്റുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 2 പാക്കറ്റും നമുക്ക് ഒരേ ക്വാണ്ടിറ്റി, 2 പാക്കറ്റിൽ നിന്ന് ഒരേ ക്വാണ്ടിറ്റിയിൽ ഈ രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അത് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലുള്ള ഒരു സാധനം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാണ് ഇത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഇതുപോലെ നമ്മൾ മോൾഡിറ്റ് വെച്ച് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഈ ഒരു ഫ്ലവറും ഒരു ബൊക്കയുടെ ഷേപ്പിലാണ് ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് മ്യൂറലും അതുപോലെ നമുക്ക് 3D ആർട്ടൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു മോൾഡിറ്റ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് വേണമെങ്കിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ത്രെഡ്. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിലിനെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ത്രെഡ് ചുറ്റിയെടുക്കാൻ നമുക്ക് ഈ രണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ വൂളൻ നൂലാണ്. ഇത് നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു ത്രെഡാണ്, കോട്ടൺ ത്രെഡാണിത്. അപ്പോൾ നമുക്ക് ഈ രണ്ടും വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സാധാരണ ബോട്ടിലിൻ്റെ നെക്കിലൊക്കെയാണ് ഈ വൂളൻ നൂല് ചുറ്റി കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാനിതുപോലെ ത്രെഡ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ ഈ ഒരു ബോട്ടിലിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നമ്മുടെ ഈ വൈറ്റ് നൂല് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ വൂളൻ നൂലാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ബോട്ടിൻ്റെ അറ്റത്ത് വൂളൻ നൂല് ചുറ്റി കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ബോട്ടിൽ ആർട്ടിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ 3D ഔട്ട്ലൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാണ് ഈ ഒരു ബോട്ടിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ ഏത് തരത്തിലുള്ള ഡിസൈൻ വേണമെങ്കിലും 3D ഔട്ട്ലൈനർ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ബീഡ്സ്, അതുപോലെ തന്നെ ലൈസ്, അതുപോലെ മിറർ, ഇതൊക്കെ വെച്ച് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത്തരത്തിലുള്ള ബോട്ടിൽ ആർട്ട് ഒരുപാട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലേ, ഈ ബോട്ടിലിൻ്റെ നെക്കിൽ നമുക്ക് ഇതുപോലെ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു ബോട്ടിലിനെ നമുക്ക് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ വളരെ ചെറിയ ചിലവേ ആവുകയുള്ളൂ. നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ബോട്ടിൽസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ബിൻഡറാണ്. അപ്പോൾ ഞാൻ ഇതിന് മീഡിയം എന്ന് പറഞ്ഞിരുന്നു, അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ മീഡിയം എന്ന് പറഞ്ഞ ശീലമായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന് ബിൻഡർ എന്ന് പറയാറ്. ഈ ഒരു ഇത് നമ്മുടെ പെയിൻറ്റ് കട്ട പിടിച്ചാലും അതുപോലെ തന്നെ ചില പെയിൻറ്റ് നമ്മൾ ചോദിക്കുമ്പോൾ കടയിൽ നിന്ന് നമുക്ക് പൗഡറായിട്ടാണ് കിട്ടാറ്. നമ്മളെ പേൾ മെറ്റാലിക്കിൻ്റെ ഗോൾഡനും അതുപോലെ നമ്മുടെ സിൽവർ കളറും ഒക്കെ നമുക്ക് ഒരു പൗഡറായിട്ടാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഈ ബിൻഡർ. അപ്പോൾ ഈ ബിൻഡർ നമുക്ക് അതുപോലെ തന്നെ കളർ നമ്മുടെ പെയിൻറ്റ് കട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ അത് ഉപയോഗിക്കാതെ അവിടെ ഇടാറാണ് ചെയ്യാറ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നമുക്ക് ഇത് 1-2 ഡ്രോപ്സ് ഒക്കെ ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പെയിൻറ്റ് ഒഴിച്ചു കൊടുത്താൽ അത് നന്നായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ടയൊക്കെ ഇളകി നന്നായിട്ട് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ബിൻഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ കത്രികയും അതുപോലെ തന്നെ പെൻ നൈഫുമാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാനൊക്കെ നമ്മുടെ ഈ ഒരു പെൻ നൈഫ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ, അതൊരു ത്രെഡ്, അതുപോലെ എന്ത് സാധനമാണെങ്കിലും നമ്മുടെ ബോട്ടിൽ ഒട്ടിക്കാനായിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കത്രിക ആവശ്യമായിട്ട് വരും. അപ്പം ഈ 2 സാധനങ്ങളും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനങ്ങളാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ബോട്ടിൽ ആർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിലേക്ക് എങ്ങനെയാണ് പിക്ചർ വരയ്ക്കുന്നതെന്ന്. അപ്പം നമുക്ക് പിക്ചർ വരയ്ക്കാൻ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന 2 മെത്തേഡാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബോട്ടിലേക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ സാധാരണ നമ്മൾ പിക്ചർ വരയ്ക്കുന്നതാണ്, നമ്മൾ കൈ യൂസ് ചെയ്ത് ചിത്രം വരയ്ക്കാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നിന്നിട്ട് ഒരു പിക്ചർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ നല്ല ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ട്രേസിങ് പേപ്പർ ആ ഫോണിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ആ പിക്ചർ സ്കെച്ച് ചെയ്തെടുക്കും. അത് നമ്മൾ നമ്മുടെ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ബോട്ടിലേക്ക് നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ബോട്ടിലേക്ക് പിക്ചർ വരയ്ക്കും. അപ്പോൾ നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മുടെ മാസ്കിംഗ് ടേപ്പ്, അതുപോലെ തന്നെ കാർബൺ പേപ്പർ, ട്രേസിങ് പേപ്പർ. അപ്പോൾ ഈ ട്രേസിങ് പേപ്പറിൻ്റെ വില എന്ന് പറയുന്നത് 5 രൂപയാണ്. ഇതിന് നമ്മുടെ കാർബൺ പേപ്പറിന് 2 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ അടുത്തത് മാസ്കിംഗ് ടേപ്പാണ്. അപ്പോൾ ഇത് വീട്ടിലുണ്ടായിരുന്നതിൻ്റെ റേറ്റ് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പിക്ചറൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്, നമ്മൾ പിക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ പിക്ചറൊക്കെ നമുക്ക് ബോട്ടിലേക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാവുന്നതാണ്. ഈ 3 സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ പോയി കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ഏറ്റവും അവസാനം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വാർണിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ പെയിൻറ്റ് കടയിലും നമുക്ക് ഈ വാർണിഷ് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഈ സംഭവം നമ്മുടെ ബ്രഷിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് നമ്മൾ വെറുതെ ഒന്ന് പെയിൻറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വെറുതെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വളരെ പതുക്കെ വേണം ചെയ്യാനായിട്ട്, അമർത്തി വലിക്കാനൊന്നും പാടില്ല. നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള കളറൊക്കെ ഉണങ്ങി വരുന്നതല്ലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് നമ്മൾ പതുക്കെ വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോട്ടിലിന് ഇതുപോലൊരു തിളക്കമൊക്കെ വരും. അപ്പോൾ ഇതൊരു നമ്മുടെ ബോട്ടിലിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്ക് ഈ പിക്ചേഴ്സൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പം ഇതൊക്കെ ചിലതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സാണ്. അതുപോലെ തന്നെ ചിലതൊക്കെ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാറുള്ള പിക്ചേഴ്സാണ്. അപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ബോട്ടിൽ ആർട്ടുകളൊക്കെ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് ചെറിയൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും പരിചയക്കാരുമായിട്ടും അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇത്തരത്തിലുള്ള ബോട്ടിലുകൾ നമ്മളോട് അന്വേഷിക്കാറുണ്ട്. അപ്പം ഇത് അങ്ങനത്തെ വഴികളിലൂടെയൊക്കെ നമുക്ക് ഒരു ബോട്ടിൽ ആർട്ട് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.